ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് ബ്ലോഗ്. പുനലൂർ ഒരുപാട് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ. ഏകദേശം 2 ആഴ്ചയിൽ പുറത്തായി. ഈദിൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമ്മുടെ വീടിനടുത്തുള്ളൊരു വല്യമ്മ മരിച്ചുപോയി. നമ്മൾ ഒരു വീട് പോലെ സഹകരിക്കുന്നില്ല കേട്ടോ. അന്നേരം കുറച്ച് ദിവസത്തേക്കിനൊരു ഗ്യാപ്പ് എടുത്തു. ഇതിപ്പം കാണുന്ന സ്ഥലം മുണ്ടക്കയത്ത് ഇളങ്കാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഈ വിഷുവിൻ്റെ അന്ന് നമുക്കവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ മേലിലൊരു വെള്ളച്ചാട്ടവും ഇതെല്ലാമായിട്ടുണ്ടായിരുന്നു. ആറുണ്ടല്ലോ അവിടെ. ആറ്റിലിപ്പം പൊതുവേ വെള്ളം കുറവാണ്. അങ്ങനെ ഈ ടോപ്പിൽ ചെല്ലുമ്പം കുറച്ച് വെള്ളം ഉള്ള ഏരിയയുണ്ട്. അങ്ങനെ അവിടെ പിള്ളേർക്ക് കളിക്കാനും നീന്തുന്നവർക്ക് നീന്തുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അന്നേരം അവിടോട്ട് പോവുകയാണ്. അങ്ങനെ അത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ഇങ്ങോട്ട് പോകത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി അങ്ങ് ഇട്ടിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 10-20 മിനിറ്റോളം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ സ്ഥലത്തെത്തി. ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ്. ഇതാണ് സ്ഥലം. ഒരു ചെറിയൊരു കുളം പോലുണ്ട്. ഒഴുക്ക് വെള്ളം വന്നേ, ആറ്റിലെ വെള്ളം വന്നൊരു നല്ല ആഴമുണ്ട്. ഇവർക്കൊക്കെ നീന്താൻ അറിയാം. എനിക്ക് നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ആ സൈഡിലൊരു കല്ലിൽ ഇരിക്കുമായിരുന്നു. പൊടിക്കുഞ്ഞും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിള്ളേരെല്ലാം കണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കളിയും എല്ലാമായിരുന്നു. വെള്ളം കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് എത്രയെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കയറത്തില്ലല്ലോ. പാറയിൽ ഇങ്ങനെ വഴുക്കലുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾ കണ്ടു ഇങ്ങനെ നിരങ്ങി വന്ന് വെള്ളത്തിൽ വീഴുന്ന പോലെ കളിക്കുമായിരുന്നു. ഉച്ച സമയത്തോടെ അണ്ണനെ പിടിക്കുന്നുണ്ട്. തണുപ്പുമായിരുന്നു. വലിയവരും കളിച്ചു, അത് വേറെ കാര്യം. അങ്ങനെ എല്ലാവരും ഒക്കെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതാണ്. ഇങ്ങനെ ചെറിയ എല്ലാ പാറയിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന വെള്ളച്ചാട്ടം പോലൊക്കെ തോന്നി. അങ്ങനെ അവിടെയൊക്കെ ഇരുന്നു. കൊച്ചു പിള്ളേരെ അല്ലാതെയും കുളിപ്പിച്ച് എടുത്തു എല്ലാം വന്ന്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.